സാമൂഹ്യ സുരക്ഷാ പെൻഷന് വേണ്ടി 6 മാസമായി നിർധനരായ 60 ലക്ഷത്തോളം പേര്, 58 ലക്ഷം പേർ എന്നൊക്കെയാണ് ഗവൺമെന്റ് പറയുന്നത്, നോക്കിയിരിക്കുന്നു. ഒരു പക്ഷേ അതിൽ 40 ലക്ഷം പേരെങ്കിലും യഥാർത്ഥത്തിൽ ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കിട്ടിയാൽ മാത്രം ഭക്ഷണവും അതുപോലെ തന്നെ മരുന്നുകള്, ഭക്ഷണത്തിന് ഒരുപക്ഷെ ഫ്രീ റേഷൻ കിട്ടുന്നു എന്നതുകൊണ്ട് മുളക് കൂട്ടിയാണെങ്കിലും ഭക്ഷണം കഴിക്കാൻ പറ്റും. പക്ഷേ മരുന്ന് വാങ്ങാൻ പണം വേറെ കണ്ടെത്തണമല്ലോ. അപ്പൊ ഈ പാവപ്പെട്ടവര് ഇതുപോലെയുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഉറപ്പായും കിട്ടും എന്ന പ്രതീക്ഷയോടെയായിരിക്കും പലതരം രോഗങ്ങൾക്ക് അടിമപ്പെട്ട് മരുന്ന് വാങ്ങാനായിട്ട് നോക്കിയിരിക്കുന്നത്. അവരെ സംരക്ഷിച്ചു നിർത്താൻ, അവരോട് കൊടുത്തിരിക്കുന്ന വാഗ്ദാനം നിറവേറ്റാൻ ഒരു ഗവൺമെന്റിന് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഗവൺമെന്റിന് പറയാൻ പറ്റുന്നത് പാവപ്പെട്ടവരെ ചേർത്ത് നിർത്തുന്ന ക്ഷേമത്തിൽ അധിഷ്ഠിതമായ ഒരു ഭരണമാണ് ഞങ്ങൾ കാഴ്ചവെക്കുന്നത് എന്ന്? അപ്പോൾ ആ സാഹചര്യത്തിലാണ് വേറെ ചില സത്യങ്ങളൊക്കെ പുറത്തേക്ക് വരുന്നത്. അതായത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഭാര്യയുടെ ചികിത്സയ്ക്ക് വേണ്ടി 2.25 ലക്ഷം രൂപ ചെലവഴിക്കുന്നു. അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ CMRLുമായിട്ടുള്ള കേസിന്റെ കേസ് ശക്തമായ രീതിയിൽ പ്രതികരിക്കാനായിട്ട് 1/2 കോടി, 2 ദിവസത്തെ വക്കീൽ ഫീസാണ് ഈ 1/2 കോടി എന്ന് പറയുന്നത്. ഈ തരത്തിൽ ചെലവഴിക്കാൻ പണം കണ്ടെത്തുന്നു. പിന്നെ നമുക്കറിയാം, നമ്മൾ സാധാരണ പറയാറുള്ളത് പോലെ ഒക്കെ പോട്ടെ, 37 വണ്ടികളുടെ അകമ്പടിയോടുകൂടി ഒരു മുഖ്യമന്ത്രി യാത്ര ചെയ്യുമ്പോൾ ഇന്ധനത്തിന്റെ വില അങ്ങേയറ്റം ഉയർന്നിരിക്കുന്ന സമയത്ത് ഇന്ധന ചെലവ് തന്നെ എത്ര വരുമെന്ന് നമുക്ക് ഊഹിക്കാം. ഇതുപോലെ തന്നെയാണ് നമുക്കറിയാമല്ലോ, ചില മന്ത്രിമാരുടെ മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിന്റെ കാർ എടുത്ത് കനകക്കുന്നിന് സമീപത്ത് നടക്കാനിറങ്ങിയവരെ, വേട്ടയാടാൻ പോയവർ വരെ നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. ഈ അടുത്ത കാല ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ മുച്ചൂട് മുടിക്കുന്ന ഒരു മന്ത്രിസഭ ഭരണത്തിലിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഭരണമില്ലെന്നതിന്റെ തെളിവാണ് CAG 2023 വേണ്ടി പുറത്തിറക്കിയ, സെപ്റ്റംബറിൽ പുറത്തുവിട്ട റിപ്പോർട്ട് നോക്കിയാൽ അറിയാം എത്ര കോടിയാണ് പിരിച്ചെടുക്കാതെ കിടക്കുന്ന വരുമാനം, റവന്യൂ വരുമാനം. 28,258.39 കോടി. അത്രയും രൂപ പിരിച്ചെടുത്തില്ല എന്ന് പറഞ്ഞാൽ ആ ഭരണകൂടത്തിന്റെ കാര്യക്ഷമതയില്ലായ്മ എത്രയെന്ന് നമുക്ക് മനസ്സിലാക്കാം. കാര്യക്ഷമതയില്ലായ്മ എത്രയെന്ന് CAG തന്നെ നമ്മുടെ മുൻപിൽ അനാവരണം ചെയ്യുന്നു. അതായത് ഈ 28,258.39 കോടി എന്ന് പറയുന്നത് സംസ്ഥാനം പ്രതീക്ഷിച്ച വരുമാനത്തിന്റെ 24.23% വരും എന്ന് CAG ഓർമ്മപ്പെടുത്തുകയാണ്. കൂടെ CAG വീണ്ടും പറയുന്നു, ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇന്റേണൽ ഓഡിറ്റിംഗ് നടക്കാത്തതാണ്. എന്താണ് ഇന്റേണൽ ഓഡിറ്റിംഗ് നടക്കാത്തത്? ഞാൻ ഓഡിറ്റേഴ്സ് അസോസിയേഷനിലെ പ്രധാനപ്പെട്ട പ്രഗത്ഭരോട് തന്നെ ചോദിച്ചു. അവര് പറഞ്ഞു, ഇന്റേണൽ ഓഡിറ്റിംഗിന് ഞങ്ങൾ സർവ്വ തയ്യാറെടുപ്പുമായി മുൻപോട്ട് വരുമ്പോൾ ഗവൺമെന്റ് നിരുത്സാഹപ്പെടുന്നു. ഗവൺമെന്റിന്റെ വകുപ്പുകളിൽ മാത്രമല്ല, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം പോലും ഓഡിറ്റ് ചെയ്യാൻ, അവരുടെ അക്കൗണ്ട്സ് ഓഡിറ്റ് ചെയ്യാൻ ഗവൺമെന്റ് സമ്മതിക്കുന്നില്ല. എന്താണ് അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത്? അതായത് ഗവൺമെന്റിന് ഒളിക്കാനും മറയ്ക്കാനും ഒരുപാടുണ്ട്. ഓരോ വകുപ്പുകളിലേക്കും നീക്കിവെക്കുന്ന പണം വകമാറ്റി ചെലവഴിക്കുന്നു. ഇതൊന്നും പിടിക്കപ്പെടാതിരിക്കാനാണ് ഇതുപോലെ ഈ ഓഡിറ്റേഴ്സിനെ പോലും തടഞ്ഞുകൊണ്ട് ഓഡിറ്റിംഗ് ഇല്ല. അപ്പം CAG പറയുന്നു, ചൂണ്ടിക്കാണിക്കുന്നു, ഓഡിറ്റിംഗ് പ്രോപ്പറായിട്ട് സമയത്ത് നടത്തുകയാണെങ്കിൽ ആരൊക്കെ നികുതി വെട്ടിച്ചാല്, ആരൊക്കെ നികുതിയേതര വരുമാനം അടയ്ക്കേണ്ട സമയത്ത് അടയ്ക്കാതിരുന്നാൽ അവരെയൊക്കെ ട്രാക്ക് ചെയ്യാൻ പറ്റും, അവരെ കൊണ്ടൊക്കെ അത് ചെയ്യിക്കാൻ പറ്റും. അങ്ങനെ ഈ വരുമാനത്തിലെ വിടവ് വളരെ കുറച്ചു കൊണ്ടുവരാൻ കഴിയും. അപ്പം CAG തന്നെ ചൂണ്ടിക്കാണിക്കുന്നത് ഈ ഗവൺമെന്റിന്റെ ഇൻഎഫിഷ്യൻസിയാണ്, കഴിവുകേടാണ്. ആ ഇൻഎഫിഷ്യൻസിയുടെ ആരാണ് അതിന്റെയൊക്കെ തിക്തഫലം അനുഭവിക്കുന്നത്? അതിന്റെ തിക്തഫലം അനുഭവിക്കുന്നവരാണ് ഇവിടുത്തെ ഈ 60 ലക്ഷം അല്ലെങ്കിൽ 58 ലക്ഷം വരുന്ന ദരിദ്രനാരായണന്മാർ. അവർക്കാണ് ഇപ്പോൾ കിട്ടേണ്ടിയിരുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കിട്ടാതെ നാം കണ്ടു. വയനാട് ജില്ലയിൽ തന്നെ പാപ്പച്ചൻ എന്ന ഒരു പാവപ്പെട്ട മനുഷ്യൻ, അതായത് അയാളുടെ 2 മക്കളും വൈകല്യങ്ങൾ ഉള്ളവരാണ്, അവരെയൊക്കെ സപ്പോർട്ട് ചെയ്യേണ്ടിയിരുന്ന പാവപ്പെട്ട മനുഷ്യൻ
ക്രമേണ അയാളും വൈകല്യത്തിന് അടിമപ്പെട്ടു. അവസാനം ഇത് ഗവൺമെന്റ് ആണ് കാരണം എന്ന് പറഞ്ഞ് സൂയിസൈഡ് ചെയ്യേണ്ടി വന്ന കാര്യം നമ്മൾ കണ്ടു. നെല്ലിന്റെ പൈസ സംഭരണ വില അത് കേന്ദ്രം തരുമായിരിക്കെ സമയത്ത് ആ സംഭരണ വില കൊടുക്കാത്തതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്ത പ്രസാദ്, തകഴിയിൽ ആത്മഹത്യ ചെയ്ത പ്രസാദ്, അതുപോലെ എത്രയെത്ര ആത്മഹത്യകൾ. അതുപോലെ ഉണ്ടായിരുന്നെങ്കിൽ വയനാട് ജില്ലയില് ആന ചവിട്ടിക്കൊന്ന അജീഷിന്റെ കാര്യവും നമുക്ക് ഓർക്കാവുന്നതേ ഉള്ളൂ. അതായത് വന്യമൃഗ മനുഷ്യ സംഘർഷമുള്ള മേഖലകളിൽ എന്തൊക്കെ ചെയ്താൽ വന്യമൃഗ ശല്യം, അതായത് ജനവാസ കേന്ദ്രത്തിലേക്കുള്ള വന്യമൃഗ ശല്യം കുറയ്ക്കാം എന്ന് അറിയാവുന്നവരാണ് ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലൊക്കെ പ്രവർത്തിക്കുന്നവര്. അതുപോലെ ധാരാളം നിർദ്ദേശങ്ങൾ നമ്മളെ പോലുള്ളവര് കൊടുക്കാറുണ്ട്. ഈ നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ച് എന്തെങ്കിലും അവിടെ പ്രതിവിധി ചെയ്തിരുന്നുവെങ്കിൽ ആ പാവപ്പെട്ട അജീഷ് അങ്ങനെ ആന ചവിട്ടി മരിക്കേണ്ടി വരില്ലായിരുന്നു. കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് തന്നെ എത്ര പേർ ആനയാൽ കൊല്ലപ്പെട്ടു എന്ന് നമ്മൾ പത്രങ്ങളിൽ ഇന്നും ഇന്നലെയൊക്കെ വായിക്കുകയുണ്ടായി. അപ്പൊ ഇതുപോലെയൊക്കെ, അതായത് ജനത്തിന് എന്ത് സംഭവിക്കുന്നു, ജനജീവിതം എങ്ങനെ ദുസ്സഹമാകുന്നു, ഇത്തരം കാര്യങ്ങളിലേക്ക് ഒരു ചിന്ത പോലും ഇല്ലാതെ ആണ് ഗവൺമെന്റ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് പവർ കറപ്റ്റ്സ് അബ്സല്യൂട്ട്ലി. ഹിറ്റ്ലറുടെ ഭരണമാണോ ഇവിടെ നടക്കുന്നത് എന്ന് നാം അന്തം വിട്ട് ചിന്തിച്ചിരുന്നു പോകും. അതാണ് കേരളത്തിന്റെ അവസ്ഥ. അപ്പോ ഈ അവസ്ഥയില് കമലാ വിജയന്റെ പരിചരണത്തിന് പണം ഉണ്ടാകാം, അതുപോലെ തന്നെ കാലിത്തൊഴുത്തിന് പണം ഉണ്ടാകാം, മറിച്ച് പാവപ്പെട്ടവർക്ക് മരുന്ന് വാങ്ങാൻ പണം ഉണ്ടാകുകയില്ല. അവർ പിച്ചച്ചട്ടി എടുത്തിറങ്ങുകയോ ആനയുടെ ചവിട്ടുകൊണ്ട് ചാകുകയോ എന്ത് വേണമെങ്കിലും ചെയ്യട്ടെ, അതിവിടെ ആർക്കാണ് പ്രശ്നമുണ്ടാക്കുന്നത് എന്നത് മാത്രമാണ് അധികാരികൾ ചോദിക്കുന്ന ചോദ്യം. ഇതൊക്കെ ഇത്ര ഉയർത്തിപ്പിടിക്കാനുണ്ടോ, ഇതൊക്കെ അത്ര വലിയ കാര്യമാണോ എന്നാണ് അവർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്.